നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നഷ്ടപ്പെട്ട ആ മകളുടെ പേരിട്ട് ചേച്ചിനെ വിളിക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ ആ അമ്മയുടെ സ്ഥാനം എവിടെയായി? നൊന്തുപെറ്റ ഒരു അമ്മയ്ക്കും അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെ വേദന ചേച്ചിക്ക് അറിയില്ല. പക്ഷെ എനിക്കറിയാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവളാ ഞാൻ. ഇവളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ? ചേച്ചിയുടെ അമ്മ ഒരിക്കലും ചിലപ്പോ എന്നെ മറ്റൊരു കണ്ണിൽ കാണില്ലായിരുന്നു. അതിന് കാരണം അമ്മയോടുള്ളതിനേക്കാൾ സ്നേഹം ചേച്ചി എന്നോട് കാണിച്ചതാ. ചേച്ചിയുടെ അമ്മയ്ക്ക് ഞാൻ ശത്രുവാകാൻ കാരണം അതാ. അമ്മ അതൃപ്തി കാണിക്കുമ്പോ ചേച്ചിക്ക് വാശി കൂടും. മനസ്സ് നൊന്ത് പാവം ചേച്ചിയുടെ അമ്മയ്ക്കും. നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നി തുടങ്ങി. വാശി തീർക്കാനായി ഒരിക്കലും സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കിട്ട് കൊടുക്കരുത്. പലവട്ടം ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ, അമ്മയും അച്ഛനും കഴിഞ്ഞേ ഞാൻ ഉണ്ടാവൂന്ന്. കാരണം ഞാൻ എപ്പോഴായാലും ചേച്ചി വിട്ടു പോവേണ്ടതല്ലേ. കൂടെപ്പിറപ്പുകൾ അവരുടേതായ ജീവിതത്തിലേക്ക് പോകേണ്ടവരാ ചേച്ചി. എന്നാൽ അച്ഛനമ്മമാർക്ക് മക്കളെ കുറിച്ച് ഓർത്തുള്ള ജീവിതമേ ഉള്ളൂ. ചേച്ചി അതറിയുന്നത് ചേച്ചി ഒരു അമ്മയാവുമ്പോഴാണ്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം സ്വാർത്ഥതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഉരസാൻ കാരണം അതാണ് അമ്മ. അമ്മയുടെ സ്നേഹം സ്വാർത്ഥതയല്ലാതെ മറ്റെന്താ ചേച്ചി? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലേ മക്കള് വരുന്നത്. ഒരു ചതിയന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നാലും അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അമ്മയുടെ ഭാഗമായതുകൊണ്ടല്ലേ. ഇവിടെ ഞാൻ കരുതിയ പോലൊരു പെണ്ണല്ലല്ലോ. ശ്രീകുട്ടിയെ എന്നിൽ നിന്നും അകറ്റാൻ അവൾ ശ്രമിക്കുന്നതെന്നല്ലേ ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചത്. ചേച്ചിക്കറിയോ, ചേച്ചി അമ്മയെ ഒഴിവാക്കി എന്നെ നിർബന്ധിച്ച് ചേച്ചിയുടെ കൂടെ കിടത്തുമ്പോ അമ്മ എവിടെയായിരുന്നു എന്ന്? അമ്മ റൂമിൽ പോയില്ലേ? അല്ല, ചേച്ചിയുടെ അമ്മ രാത്രി മുഴുവനും സെറ്റിയിലാ കഴിച്ചു കൂട്ടാറ്. ഒരിക്കല് അദ്ദേഹത്തിന്റെ അമ്മ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ മുകളിലേക്ക് ചെന്നു. അവിടെ സെറ്റിയില് ചേച്ചിയുടെ അമ്മ കരഞ്ഞു തളർന്ന് മയങ്ങിക്കിടക്കുന്നതാ കണ്ടത്. ഒരു പുതപ്പെടുത്ത് ചേച്ചിയുടെ അമ്മയെ പുതപ്പിച്ചിട്ടാ ഞാൻ പോന്നത്. പിന്നെ എല്ലാ രാത്രികളിലും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ വന്ന് ചേച്ചിയുടെ അമ്മയെ പുതപ്പിക്കാറുണ്ട്. നേരം പുലരുമ്പോ അതറിയാറുണ്ട്. രാത്രി പ്രഭ എപ്പോഴോ വന്ന് പുതപ്പിച്ചതാണെന്ന് ഞാൻ കരുതിയത്. പ്രഭയോടത് ചോദിക്കാനും പോയില്ല. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഉള്ളിൽ പ്രഭയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാനും കരുതി. അമ്മോ, എനിക്കിതിപ്പോ തന്നെ അമ്മയോട് പറയണം. അരുത്, ചേച്ചിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ല. എനിക്ക് മനസ്സിലായി അമ്മു. അമ്മയ്ക്ക് ഞാൻ കഴിയുന്നത്ര സന്തോഷം കൊടുക്കും. എനിക്ക് അമ്മയോടുള്ള സ്നേഹം അറിഞ്ഞെങ്കിലും നിന്നെ അംഗീകരിക്കാൻ അമ്മയ്ക്കൊരു മനസ്സ് വരട്ടെ. സ്നേഹത്തോടെ അമ്മ നിന്നോടൊരു വാക്ക് പറയുന്നതിൽ കവിഞ്ഞ് എനിക്കൊരു സന്തോഷവും ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.